പ്രൈസ് ഗോഡ്. ക്രിസ്തീയനാമത്തിൽ നിന്നത്തെ ഡെയിലി മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 26, 2025. ഇന്നത്തെ മെഡിറ്റേഷനായി ബൈബിൾ വചനത്തിൽ നിന്നും സങ്കീർത്തനങ്ങൾ 17, സാംസ് 17. പ്രൈസ് ഗോഡ്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് രാത്രിയിൽ എന്നെ സന്ദർശിച്ച് നീ എന്നെ പരീക്ഷിച്ച് ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എൻ്റെ വായ് ലംഘനം ചെയ്യുകയില്ലെന്ന് ഞാൻ ഓർച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിൻ്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊരിഞ്ഞിരിക്കുന്നു. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു. എൻ്റെ കാൽ വഴുതിയതുമില്ല. Our lives are in the hands of our Lord Jesus Christ. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളുമല്ലോ. നിൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എൻ്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിൻ്റെ വലങ്കയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിൻ്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവിടുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വേണം. നിൻ്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായ് കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്തു തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെയും മറുപടങ്ങളിൽ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവ എഴുന്നേറ്റ് അവനോട് എതിർത്തവനെ തള്ളിയിടണമേ. യഹോവയുടെ പ്രാണനെ നിൻ്റെ വാൾ കൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്തു നിന്ന് വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസ്സിലത്രേ നിൻ്റെ സമ്പത്തുകൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നിധിയിൽ നിൻ്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കൊണ്ട് തൃപ്തനാകും. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെടുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാനെന്നും യോഗ്യനാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാം. കർത്താവേ, സ്തോത്രം. യഹോവയുടെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിന് പ്രകാരവും എനിക്ക് പകരം നൽകി. ദയലോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലോട് നീ നിർമ്മലനാകും, ദുഷ്ടനോട് ദുഷ്ടത കാണിക്കും. എളിയജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് കിടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും. കർത്താവ് അങ്ങനെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമേ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു വെല്ലും. എൻ്റെ ദൈവത്താണ് ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിൻ്റെ വഴിത്തേക്കുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ക്ഷണം പ്രാപിക്കുന്ന ഏവർക്കും അവന് പരിചയമാണ്. ദൈവത്തെ ക്ഷണമാക്കുന്ന ഏവർക്കും പരിചയമാവുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാം. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ല്. ദൈവത്താണ് നമുക്ക് മതിൽ ചാടിക്കിടക്കാം. കർത്താവ് എല്ലാവരെയും ആത്മീയം ബോധ്യം അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൽ.